ഇന്ന് നമ്മളെ കുറച്ച് പേരയുടെ വെറൈറ്റീനെ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് പരിചയപ്പെടുത്താൻ. ഇവിടെ നമ്മുടെ കയ്യിൽ കുറച്ച് അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. ഇത് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ സ്ട്രോബെറി പേരയാണ്. അത്യാവശ്യം ഒരു 11 അടിയിലധികം ഹൈറ്റ് ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ നമ്മൾ ഗ്രൂം ചെയ്താണ്. ഇപ്പം എല്ലാം കട്ട് ചെയ്തു. നിറയെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കട്ട് ചെയ്തിട്ട് ഇപ്പം അടുത്ത് വരുന്നതുള്ളൂ. ഇത് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ലളിത എന്ന് പറഞ്ഞ വെറൈറ്റി പേരാണ്. അത്യാവശ്യം ഇതിൽ വന്നു കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് കായ ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതൊരു സഫാദ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അപ്പം അതിൽ വന്നു കഴിഞ്ഞിട്ട് പേരുണ്ടായിരുന്നു. ഇപ്പം അതിപ്പോൾ അടുത്തതെല്ലാം കായായി വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു പേരുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഉണ്ടാകുന്ന ഒരു പേരയാണ്. പിന്നെ ഇത് വന്നു കഴിഞ്ഞിട്ട് L49 എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അപ്പം ഇതിൽ വന്നു കഴിഞ്ഞിട്ട് പൂക്കളായി തുടങ്ങിയിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പേരെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇത് VNR എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പം അതിൽ വന്നിട്ട് ഫ്രൂട്ട് ആയിട്ടില്ല, ആയി വരുന്നുള്ളൂ. ഇത് വന്നിട്ട് ആർക്കാക്കിരൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇതിൽ കായ വന്നു കഴിഞ്ഞിട്ട് ആയി തുടങ്ങി. ഏകദേശം 2-3 കായുണ്ട്. പിന്നെ ഇത് തായ് പിങ്കിൻ്റെ വെറൈറ്റി. ഇത് വന്നിട്ട് നമ്മളുടെ തായ് റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നമുക്ക് അത്യാവശ്യം ഇതിൽ കായ്ക്കളുണ്ട്, ഫ്രൂട്ട്സ് ആയി തുടങ്ങിയതാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ മുന്തിരിപ്പേരയാണ്. മുന്തിരിപ്പേര എന്ന് പറഞ്ഞാൽ നിറയെ നമുക്ക് ഇതിൽ വന്നു കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മളുടെ ജപ്പാൻ പേരാണ്. ജപ്പാൻ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി. ഇപ്പോൾ നമുക്കിത് ഇപ്പോൾ ഇതിൽ കായ്ക്കളായി തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഇത് നമ്മളുടെ ഒരു തായ് വെറൈറ്റിയാണ്. ഇപ്പോൾ ഇതിലും വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് എന്താ പറയുക ഫ്രൂട്ട് ആയിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് ഫ്രൂട്ട് ഉണ്ട്. ഇതിലെല്ലാം ധാരാളം കായ്ക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ഇത് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക തായ് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. തായ് പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള നമുക്ക് പേരയാണ് നമ്മൾ ഉണ്ടാകുന്നത്. പിന്നെ ഇത് അത്ര വലിയൊരു പ്ലാന്റ് അല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഇതിൽ ഒരു 2 പേരൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം വലിപ്പത്തിലുള്ളതായിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് ഒരെണ്ണം ഞാനിപ്പോൾ എന്തായാലും ഇതിൽ നമുക്ക് പറിക്കാം. മറ്റുള്ളവ വന്നു കഴിഞ്ഞിട്ട് ഏകദേശം വലിപ്പത്തിലായിട്ടുണ്ട്. വലിയ പേരൊക്കെയാണ് ഇതിലുണ്ടാകുന്നത്. ഇനി അതേപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് ഇതിലെല്ലാം നമുക്ക് അടുത്തടുത്ത പ്ലാന്റ്സ് ഫ്രൂട്ട്സുകളുണ്ട്. പിന്നെ ഇത് നമുക്ക് കിലോ പേരയാണ്. നല്ല വലിപ്പമുള്ള പേരയാണ്. ഇത് ഏകദേശം നമുക്കൊരു പേരൊക്കെയാണ് 250 ഗ്രാം 300 ഗ്രാമിൽ 400 ഗ്രാമെല്ലാം തൂക്കം വരുന്ന ഒരു പേരയാണ്. ഇത് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കിലോ പേര എന്ന് പറഞ്ഞ വെറൈറ്റി. ഇതിലും വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ധാരാളം നമുക്ക് എന്താ പറയുക ഫ്രൂട്ട്സ് ഉണ്ട്. ഇനി 1-2 പ്ലാന്റ്സ് എല്ലാം ഉണ്ട്. നമുക്കിനി ഇതെല്ലാം നമ്മുടെ എന്താ പറയുക നമ്മുടെ ബുഷ് ഓറഞ്ച്, അതുപോലെ തന്നെ ചെറുനാരകം. പിന്നെ വന്നിട്ട് ഇത് നട്ടിട്ടില്ല, ഇത് നമ്മൾ അടുത്ത ദിവസം ഇത് ചെയ്യുള്ളൂ. ഇത് വന്നിട്ട് യെല്ലോ സ്ട്രോബെറി പേര തന്നെ, യെല്ലോ സ്ട്രോബെറിയാണ്. പിന്നെ ഇത് ചെമ്പകം. ഇതുപോലെ തന്നെ ഇത് നമുക്ക് ചാമ്പ, ബെൽ ചാമ്പ എന്ന് പറഞ്ഞ വെറൈറ്റി. പിന്നെ ഇത് നമ്മളുടെ എന്താ പറയുക ചാമ്പ തന്നെ സീഡ്ലെസ് ആണ്. നല്ല ടേസ്റ്റുള്ള പേരയാണ്, ചാമ്പയാണ്. ഡെയിലി നമുക്ക് ഇഷ്ടം പോലെ ഫ്രൂട്ട് ഉണ്ടാവും. എല്ലാം പറിച്ചു കഴിഞ്ഞു. പിന്നെ ഇത് നമുക്ക് നമ്മുടെ സപ്പോട്ടയുടെ വെറൈറ്റി, നിറയെ സപ്പോട്ടയാണ്. ഇതെല്ലാം ധാരാളം ഫ്രൂട്ട്സുകളുണ്ട് ഇതിൽ. ഇതൊക്കെയാണ് നമ്മളുടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെയൊക്കെ നമ്മുടെ ഒരു കുറച്ച് കളക്ഷൻസ്. ഓക്കെ.